ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓണ സെലിബ്രേഷൻ അറ്റ് ജിമ്മാണ്. അപ്പം ഞാൻ ജിത്തുണ്ട്, അച്ചുണ്ട്, അച്ചു കാണിക്ക്, അച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നേരം വന്നേക്കാം. സത്യം പറഞ്ഞാൽ 7:30 എന്തോ തുടങ്ങിയ പ്രോഗ്രാമാണ്. ഇപ്പം 10:30 ആയിട്ടുണ്ട്. ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് ഇന്നലെ അജു ഇട്ടതാണ് ഗൈസ്. അജു ഇട്ടാണ് ഒരു വെറൈറ്റി ഇല്ലേ. ഓണത്തിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പൊക്കത്തോട്ട് പോവാം. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ബിന്ദു ആൻറ്റി, ഇത് ദീപ ആൻറ്റി. ഹായ് പറ. എല്ലാവരും ബ്ലോഗിൽ വരും, ബ്ലോഗ് കണ്ടോണം കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഗൈസ് തുടങ്ങിയെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ പട്ടിക്കുറുക്കം പോലും ഇല്ല ഗൈസ്. അത് തുടങ്ങിയതേ ഉള്ളൂ, അത്തപ്പൂക്കൾ ഇടുന്നേ ഉള്ളൂ. ഹായ് ഗൈസ്, എങ്ങനെയുണ്ടോ ഓണാഘോഷം? തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ. ഈ അച്ഛനായിരുന്നു ഗൈസ് നിർബന്ധം സ്പീഡിൽ വരണം എടുക്കണം എന്നൊക്കെ. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്. പക്ഷെ സാധാരണ ആൾക്കാരുള്ള പോലെയൊന്നും ഇവിടെ ഇല്ലല്ലോ. എല്ലാവരും ഉറക്കെ എണീറ്റിട്ടേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ തന്നെ എണീറ്റപ്പം 9:30 ഈ അച്ചു കിടന്ന് തൊല്ലയായിരുന്നു. ഇപ്പം തുടങ്ങി പതിയായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒന്നുമില്ല, ഒന്നുമായി. ഇത് ഞങ്ങളുടെ ആശാനെ കടിച്ചുതരാം ഗൈസ്. ഇതാണ് ആശാൻ അസീസ്, എൻ്റെ അനിയൻ്റെ പ്രായമേ ഉള്ളൂ ഗൈസിന്. ഇതാണ് ഞങ്ങളുടെ മനുവിൻ്റെ ചിറ്റ. താങ്ക് യു ഗൈസ്. ഗൈസ് ഇവിടെ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവരൊക്കെയാണ് ആൾക്കാർ. ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ഗൈസ് മാവേലി. ഇതിനു വേണ്ടി മാത്രം ഇറക്കുമതി ചെയ്തതാണോ? കൊള്ളാം, നൈസായിട്ടുണ്ട്. ആങ്കറിങ്ങിനുള്ള പരിപാടിയാണ് ഗൈസ് ഇതൊക്കെ. ഇവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അവൻ്റെ ആത്മാർത്ഥത കാണണം ഗൈസ്, കണ്ടോ? അവനെല്ലാ പരിപാടിക്കും ഉണ്ട്. അവൻ ഓണത്തിന് പോലും, ഓണ സെലിബ്രേഷൻ പോലും എടുക്കാണ്ട് അവർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുക്കൻ അവൻ അറിഞ്ഞൂടെ എന്താ ചെയ്യണ്ടേന്ന്. എന്തൊക്കെയോ പരീക്ഷിക്കുന്നുണ്ട്. വണ്ടർലയിൽ കയറി ഇറങ്ങണ പോലെ എന്തൊക്കെയോ കയറുന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ ലേഡീസ്. ഹായ്, ദീപം കൊളുത്തി ഗൈസ്. ദീപം തൊഴുത് കഴിഞ്ഞോ? അപ്പം ഈ തിരക്കിലും എല്ലാ ഇതിലും മാറ്റി വെച്ച് നമ്മുടെ ജിമ്മിന് ഓണാഘോഷം കൂടി ഇത് പൊളിയാക്കാൻ കളറാക്കാൻ വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഹാപ്പി ഓണം. നമ്മൾ തിരിയെത്തിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഇവിടുത്തെ പാർട്ട്നേഴ്സ് ആയ രാഹുലേട്ടനെയും സന്ദീപേട്ടനെയും ദിനാരനെയും വിളിക്കുകയാണ്. കൂടെ നമ്മുടെ മാവേലിയായ സുൽപ്പൂരിനെയും വെൽക്കം ചെയ്യുക. കൂടെ നമ്മുടെ വാമനൻ തമ്മിലുണ്ട്, ഒരു കൊച്ചുകുട്ടിയാണ്, അതിനെ വെൽക്കം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് രാഹുലേട്ടനെ വിളിക്കാം. ഹാപ്പി ഓണം. വളരെ അടിപൊളിയായിട്ട് ആവശ്യമാണ് കഴിയട്ടെ ആശംസയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ഇവിടെ തിരുവാതിരകളി പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നല്ലൊരു കൈയ്യടിക്കുക. മാറ്റി വെച്ച് ഇതിനു വേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഡെഡിക്കേഷനോടെ നമുക്ക് വേണ്ടി തിരുവാതിരകളി പഠിച്ചു വെച്ചിട്ടുണ്ട്. കൂടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്.
ഗൈസ് ഇപ്പം ഫോട്ടോ എടുക്കുന്ന ചടങ്ങിലാണ്, ഗ്രൂപ്പ് ഫോട്ടോ. ഇതിൽ വേറെ ആൾക്കാരുണ്ട് ഗൈസ്, പകുതി പേരെ വന്നിട്ടുള്ളൂ. ബാനു ജിത്തു. ഞങ്ങളുടെ ആശാനുണ്ട് ഗൈസ്, അസീസ്. ഇത് അസീസും സാലും ചേട്ടൻ. ആര് ജയിക്കും? ഫൈനലാണ് നടക്കാൻ പോണേ. ഫൈനൽ ബാനും ബാദും. കുട്ടിച്ചൊക്കെ ഭയങ്കര ജിൻസേട്ടൻ ജയിക്കും, ഷാഹുജാൻ ജയിക്കും, അമ്മയുടെ ജയിക്കും, ജയിക്കും. പൊയ്ക്കാൻ വെച്ച അൽഫാം കിടക്കാൻ പോലെ തോന്നില്ല. ഓ പോയി രണ്ടുപേരും പോയി. ആര് ജയിക്കും? ക്രിസ്ത്യാനിക്ക ജയിക്കും, ഷാമോനിക്ക ജയിക്കും. ഇവരാരും കൈയടിച്ചേ. തമീമുണ്ട്, അനന്തുണ്ട്, അച്ചുണ്ട്. ഇവരാര് ജയിക്കും? ആർക്കും ഒരു എക്സ്പ്രഷൻ ഇല്ല. ഓ ഇതൊക്കെ എന്ത് എന്നാ അച്ഛൻ്റെ ഭാവം. അനന്തും ഇതൊന്നും ഒന്നുമല്ല. ജിത്തുണ്ട്, ബാനു പെൺകരുത്തിന് വേണ്ടി ബാനു വന്നിട്ടുണ്ട്. പറ്റും, ജിത്തുവിനും പറ്റും, അനന്തിനും പറ്റും. അനന്തു എത്തി പൊക്കത്തൂര് എത്തി. പറ്റും. നമ്മുടെ 3 ട്രെയിനേഴ്സും എയറിലാണ് ഗൈസ്.
ഗൈസ് അത് മോർണിംഗ് ബാച്ച് വേഴ്സസ് ഈവനിങ് ബാച്ച്. ഗൈസ് ഇനിയാണ് കോമഡി. ഞാൻ എയറിൽ പറക്കുന്ന കാണാം. എയറിൽ അത് ബാക്കി ഇരിക്കുന്ന ആൻറ്റി വീണപ്പോൾ എൻ്റെ മേത്തേക്ക് വീണ് ഞാൻ നൈസായിട്ട് അപ്പുറത്തെ പറമ്പിലോട്ടൊക്കെ വീണിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ അതുവരെയും വലിച്ചെടുത്തതാണ്, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷെ ആ ഒറ്റ വീഴ്ചയിൽ എല്ലാം പോയി ഗൈസ്, എല്ലാം പോയി. മാവേലി ഉൾപ്പെടുന്ന വടംവലി ടീം ഓണേഴ്സ് നമ്മൾ ഈ ടീം ആവേശ് ശിഷ്യന്മാർ ജയിച്ചിരിക്കുന്നു. ഈവനിങ് ടീം വേഴ്സസ് വേറെ ടീം, റാൻഡം ടീമാ. ആര് ജയിക്കും? ഫൈനൽസ് ആണ്. ഞങ്ങൾ ഈ ടീമാണ് ഗൈസ്, ഈ ടീം. മാവേലി തളർന്നു. എന്താണിത്? മാവേലി തളർന്നു. ഞങ്ങള് വേണമെങ്കിൽ ആശാമാരായിട്ട് കളിക്കും കേട്ടോ. സെക്കൻഡ് കിട്ടിയ ജയദേവന് ഒരു കൈയടിയോട്. നമ്മുടെ ഈവനിംഗുകാരുടെ സ്വന്തം അഭിമാനമായ നമ്മുടെ ശ്യാമോൻ ചേട്ടനെ കൈയടിയോട്. ഫസ്റ്റ് കൊച്ചുമിടുക്കം വന്നിട്ടുണ്ട്. ആദില ബാനു. ഓക്കെ, വടംവലി ടീമിനെ വിളിക്കാം. ഫസ്റ്റ് പ്രൈസ് ജെൻസിന്റെ ആണ്. ശ്രീജിത്ത്, ഷാമോൻ, ജെയിംസ്, ഷാൻ ആൻഡ് പൃഥ്വി. ജിൻസ് ഈവനിംഗ് മാച്ച് ആണ് ഗൈസ്, എല്ലാവരും കൈയടി. ഇവരുടെ കോച്ച് ഞാനാണെന്ന് പ്രത്യേകം പറയുന്നു. ഒരു പ്രൈസ്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇവരാണ് നമ്മുടെ ലേഡീസ് ടീമിന്റെ ഫസ്റ്റ് ടീം. ഒരു കൈയടി വിടൂ, കൈയടി വിടൂ. സദ്യ ടൈമായി, സദ്യ ടൈം.
ഗൈസ് അവരെല്ലാം അപ്പുറത്തായി പോയി, ഞാൻ മാത്രം ഇപ്പുറത്താണ്. പറ്റത്തില്ല. അതിന് പേരെന്താ? തന്വി ഗിരീഷ്. ഈ ആതിര ചേച്ചിയുടെ മോളാണ്. സദ്യയാണ്, എല്ലാവരും കഴിച്ചു തുടങ്ങി. ഞങ്ങളുടെ ജിമ്മിലെ സദ്യ. നല്ല കറികളൊക്കെ ഉണ്ട്. സാമ്പാർ, പരിപ്പ് വന്നു, എന്തൊക്കെയോ വരുന്നു, മധുരക്കറി ഒന്നും. ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പോയ ജിമ്മിൽ ഓണാഘോഷം ഉണ്ടാകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്ര വൃത്തിയായിട്ട് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നത് സദ്യ. ലൈക്ക് ഇറ്റ് ഗൈസ്. 2 കൂട്ടം പായസം വന്നൊന്ന് വെള്ളപ്പായസവും ഒന്ന് കറുത്ത പായസം. വെള്ളപ്പായസം വയ്ക്കാം. പഴം ഗൈസ്, തിന്ന് കടപ്പായി. ചിത്തു തളർന്ന് കടന്ന് സദ്യച്ച് കടന്ന്. ഇനിയിപ്പം കറുത്ത പായസം, ഇത് അരിപ്പായസം കേട്ടോ. പഴവും കൂടെ കൂട്ടി കഴിക്കാം. പക്ഷേ വെള്ളപ്പായസം ഇഷ്ടം. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ RFG തൊടുപുഴയിലെ ഓണ സെലിബ്രേഷൻ്റെ വ്ലോഗ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ജിമ്മിൽ ഓണാഘോഷം കൂടുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വൈൻഡപ്പ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.